Okay, today we are discussing about food resources. Our food comes almost entirely from agriculture, animal husbandry and fishing. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഫുഡ് എന്താണെന്നറിയാലോ, ഭക്ഷണം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? കൃഷിയിൽ നിന്ന് കിട്ടും, പിന്നെ ആനിമൽ ഹസ്ബൻഡറി മൃഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക ത്രൂ ഫിഷിങ്. ഓക്കെ, പിന്നെ അടുത്ത് ഒരു കണക്ക് പറയുന്നുണ്ട് തൊട്ട് താഴെ 76% നമ്മുടെ ഫുഡിൻ്റെ 76% നമുക്ക് കിട്ടുന്നത് എന്താ പറയുക ക്രോപ്പ് ലാൻഡ്സിൽ നിന്നാണ്. പറയുമ്പോൾ ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന നിലങ്ങളിൽ നിന്ന് ധാന്യം ഇവിടെയാണ് 76%. അടുത്ത് 17% എന്ന് പറയുന്നത് വേറെ എന്താ പറയുക വേറെ ഏതെങ്കിലും തരത്തിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവർഗ്ഗങ്ങളാണ്. അടുത്ത് പിന്നെ 7% എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇപ്പം മൊത്തം എത്രയാ പറയുക 76ഉം 17ഉം പിന്നെ പോയിട്ടുള്ള 7% എന്ന് പറയുന്നത് മറൈൻ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഫിഷ് അങ്ങനത്തെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ആ രൂപത്തിലാണ് കിട്ടുന്നത്. പിന്നെ ഗ്രേസിങ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കന്നുകാലികൾ പന്നി അങ്ങനത്തെ സാധനങ്ങളെ പറയുന്നത് നമ്മളെ മീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളർത്തുന്ന ജന്തുജാലങ്ങളാണ്. അതും ഈ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈനായിട്ടുള്ള ഫിഷറീസ് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡാണ് ബാക്കിയുള്ള 7% എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് മോസ്റ്റ് ഓഫ് അവർ ലാർജ് ഫാംസ് ഗ്രോ സിംഗിൾ ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിള എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നെൽകൃഷിയാണെങ്കിൽ ഫുള്ള് നെൽകൃഷി മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു ലാൻഡ് ഉണ്ട് അവിടെ ഫുൾ നെൽകൃഷി, അതിനെയാണ് മോണോ കൾച്ചർ എന്ന് പറയുന്നത്. വലിയ ഫാംസിലെല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പറമ്പ് ഫുള്ള് നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഇഫ് ദിസ് ക്രോപ്പ് ഈസ് ഈറ്റ് ബൈ എ പെസ്റ്റ്. ഈ ഇങ്ങനെ ഒറ്റ കൃഷി ചെയ്യുന്ന വലിയൊരു ഏരിയയിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെസ്റ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രാണി മതി, ഒരു കീടം ചെറിയൊരു പ്രാണി, ആ പ്രാണി വന്നിട്ട് ആ കൃഷിയുടെ മൊത്തം നശിക്കും, ആ ഫാർമറിന് മൊത്തത്തിലുള്ള ഇൻകം നഷ്ടപ്പെടും. അതാ പറയുന്നത്. ഓക്കെ, ഇഫ് ദിസ് ക്രോപ്പ് ഈസ് ഈറ്റ് ബൈ എ പെസ്റ്റ് ദ എൻറ്റയർ ക്രോപ്പ് ക്യാൻ ബി ഡിവാസ്റ്റഡ് ലീവിങ് ദ ഫാമർ വിത്ത് നോ ഇൻകം ഡ്യൂറിങ് ദ ഇയർ. അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മോണോ കൾച്ചർ. ഇനി അടുത്തൊരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേരിയസ് ആയിട്ടുള്ള എന്താ പറയുക ട്രഡീഷണൽ വെറൈറ്റീസ് ആയിട്ടുള്ള ക്രോപ്സിനെ ഒറ്റ സ്ഥലത്ത് നട്ടു വളർത്തുക എന്ന് പറയുമ്പോൾ ഇതൊരു പറമ്പിനുള്ളിൽ തന്നെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടുമരങ്ങളിലൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറമ്പുകളിൽ ചെയ്യുന്നത് തെങ്ങ് വെക്കുന്നു, പിന്നെ ചേമ്പ് അതിനുള്ളിൽ നടുന്നു, പിന്നെ കീര വളർത്തുന്നു, അങ്ങനെ കീര അല്ലെങ്കിൽ ചീര വളർത്തുന്നു, അങ്ങനെ ഒരുപാട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സിനെ ഒറ്റ സ്ഥലത്ത് വളർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കള അല്ലെങ്കിൽ പെസ്റ്റ് വരുമ്പോഴത്തേക്കും അതിപ്പോൾ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുന്നത് ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ക്രോപ്പിനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെല്ലിനെ അഫക്റ്റ് ചെയ്യുന്നത് ഒരു ടൈപ്പിലുള്ള ഒരു പെസ്റ്റ് ആയിരിക്കും. അതേപോലെ ആ പെസ്റ്റിനെ ചിലപ്പോൾ വേറൊരു ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക ഈ ഓരോന്നിൻ്റെയും വിളവെടുപ്പ് സമയം എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇപ്പം ചീരയ്ക്ക് ഒരു ടൈമാണ്, അതിപ്പോൾ അതിൽ പയറിന് വേറൊരു ടൈമാണ്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ ആ പീരീഡിനുള്ളിൽ തന്നെ ആ ഫാർമറിന് അത് ഫുൾ എടുക്കാനും പറ്റും. അപ്പോൾ ഫെയിലുവർ എന്തായിരിക്കും കുറവായിരിക്കും ആ രീതിയിൽ ചെയ്യുന്നതിന്. ഓക്കെ, അടുത്ത് മെനി സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് വൺ ക്യാൻ യൂസ് ഓൾട്ടർനേറ്റീവ്സ് ടു ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ദിസ് ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് ക്രോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കൃഷി നടത്തുമ്പോഴത്തേക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, പെസ്റ്റിസൈഡ്സും ഉണ്ട്, ഇനോർഗാനിക്കും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൗഡങ്, പിന്നെ പിഗ് സെക്രീറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പറയുക ഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്ക്. പെസ്റ്റിസൈഡ്സിലും ഉണ്ട്, നമ്മുടെ കായം പോലുള്ള സാധനങ്ങളൊക്കെ പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്, കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അതിനെ പറയുന്നത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ എൻ്റയർലി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെ വളർത്തുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ഇതിനെയാണ് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ക്രോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത് വേൾഡ് ഫുഡ് പ്രോബ്ലംസ്. ഈ ഫുഡ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലായിടത്തും ഒരേമാതിരി വരുമാനമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ലോകത്തിൽ. അപ്പം എന്താ പറയുക ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുണ്ട്, ഭക്ഷണം കിട്ടാത്ത രാജ്യങ്ങളുണ്ട്. അപ്പം അടുത്ത് ഇതിനകത്തൊരു കണക്ക് പറയുന്നുണ്ട്, 105 ഡെവലപ്പിംഗ് കൺട്രീസിൽ 64 ലാഗ് എന്താ പറയുക 64 ഉള്ളൂ. ഈ 64 ലാഗ് ചെയ്യുന്നുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ലെവൽസ് കാരണം ഫുഡ് പ്രൊഡക്ഷനിൽ ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
പുവർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഇത് പറയുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പോപ്പുലേഷൻ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, 165-64 രാജ്യങ്ങൾ ലാഗിങ് ബിഹൈൻഡ് ആണ്. ഓക്കെ. അടുത്ത് പുവർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥലപരിമിതികൾ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തത് കാരണമോ എന്താ പറയുക അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുവർ എൻവയോൺമെൻറ്റൽ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. അത് തന്നെയാണ് എന്താ പറയുക, ചിലപ്പം ഈ എന്താ പറയുക നല്ല ചൂടുള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതൊരു കാര്യം. ഇനി അടുത്ത് ഡീഗ്രഡേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്സ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോറസ്റ്റിൻ്റെ, ഞാൻ പറഞ്ഞില്ല ഡീഫോറസ്റ്റേഷൻ അങ്ങനത്തെ ഫോറസ്റ്റ് മിനറൽസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്താ പറയുക ഡീഗ്രഡേഷൻ എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള ന്യൂട്രിയൻസും അങ്ങനത്തെ കെമിക്കൽ കണ്ടൻസും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് കാരണം ആ സ്ഥലം ഫുള്ള് ഡീഗ്രേഡായി പോവുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു കണക്ക് പറയുന്നുണ്ട്, ഏകദേശം ഗ്ലോബലി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് 5 മുതൽ 7 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫാം ലാൻഡ് എല്ലാ വർഷവും ഡീഗ്രേഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീഗ്രേഡ് ആവാനുള്ള കാരണം എന്തുവാ? ലോസ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഓവർ യൂസ് ഓഫ് അഗ്രികൾച്ചറൽ കെമിക്കൽസ്. ഓക്കെ. അടുത്ത് 4th പോയിന്റ് എന്ന് പറയുന്നത് അവർ ഫെർട്ടൈൽ സോയിൽസ് ആർ ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫാസ്റ്റർ ദാൻ ദേ ക്യാൻ റെക്യൂപ്പറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷി ചെയ്യുന്നുണ്ട് ഫെർട്ടൈൽ സോയിൽസ് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായി, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായി, ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടായി. ഒരു ടൈം പീരീഡിൽ ഒരു ടൈപ്പ് ഇപ്പം നെൽകൃഷി ചെയ്തിട്ട് അടുത്ത് ഇടവിളയായിട്ട് അടുത്തെന്താ പയർ കൃഷി ചെയ്യും. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല കെമിക്കൽ കണ്ടൻസും നമ്മുടെ ഒരു കൃഷി ആദ്യത്തെ നെൽകൃഷി ചെയ്തതിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഈ സെക്കൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടനില ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൃഷി ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ വീണ്ടെടുക്കുന്നു, എന്നിട്ട് അടുത്ത് സോയിൽ യൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ സോയിലിനെ പിന്നെയും എന്താ പറയുക കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യാതെ അതിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി അങ്ങ് നശിച്ച് പോവുകയാണ്. ഓക്കെ. അടുത്ത് ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ഹാവ് ബീൻ കൺവേർട്ടഡ് ടു അഗ്രികൾച്ചറൽ യൂസ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഫോറസ്റ്റ് മിനറൽസിൽ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇതൊരു പ്രോബ്ലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ കൃഷി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കാടുകൾ, ഗ്രാസ് ലാൻഡ്സ്, വെറ്റ്ലാൻഡ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് കൃഷിയിടമായിട്ട്. അപ്പോൾ എന്താ പ്രശ്നം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇക്കോളജിക്കൽ എന്താ പറയുക, നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇക്കോളജി എന്ന് പറഞ്ഞില്ലേ, അപ്പം ആ ഒരു ഇക്കോളജീനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പല രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക ഈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് സ്പ്രെഡ് ആവും, ഗ്ലോബൽ വാർമിങ് ഭയങ്കര സിവിയറായിട്ട് എഫക്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അടുത്ത് യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ് വെറൈറ്റി. അതറിയാമല്ലോ, കൂടുതൽ എന്താ പറയുക ഒന്നുകിൽ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പെസ്റ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള വെറൈറ്റി ആയിട്ടുള്ള നെല്ല് അല്ലെങ്കിൽ ക്രോപ്സിനെ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ തന്നെ വളരെ രീതിയിൽ അഫക്റ്റ് ചെയ്യും. സാധാരണ രീതിയിലൊരു ഫോളോ ചെയ്ത് വരുന്നൊരു കൃഷിയിൽ നിന്നും മാറി പെട്ടെന്നൊരു സീഡ് വെറൈറ്റിനെയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. അടുത്ത് അവർ ഫിഷ് റിസോഴ്സസ് ബോത്ത് മറൈൻ ആൻഡ് ഇൻലാൻഡ് ഷോ എവിഡൻസ് ഓഫ് എക്സോസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഈ എന്താ പറയുക ഈ ഫുഡ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മത്സ്യസമ്പത്തുണ്ടല്ലോ, മത്സ്യസമ്പത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കടലിൽ മാത്രമല്ല നമ്മുടെ ഭൂമിയിലും ഉണ്ടല്ലോ എന്ന് പറയുന്നത്, നമ്മുടെ കരയിലും ഉണ്ട് ഈ ചെറിയ ചെറിയ കുളങ്ങൾ, അരുവികൾ, അതിനുള്ളിലൊക്കെ നമ്മുടെ മത്സ്യസമ്പത്തുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, അതിൻ്റെ നാശം സംഭവിക്കും. അതാ പറയുന്നത്. അടുത്ത് ഗ്രേറ്റ് ഡിസ്പാരിറ്റീസ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫുഡ് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദിവാസികൾ അവരെങ്ങനെ അവരുടെ ഭക്ഷണശൈലി എങ്ങനെയാണ്, നമ്മളെ മാതിരിയാണോ? അല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അടുത്ത് ലോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് എളുപ്പമെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് മോഡേൺ agricultural practices have resulted in a serious loss of genetic variability of crops. India's distinctive traditional varieties of rice alone are said to have numbered between 30 to 50,000. Most of these have been lost to the farmer during the last few decades
ആസ് മൾട്ടിനാഷണൽ സീഡ് കമ്പനീസ് പുഷ് അ ഫ്യൂ കൊമേഴ്സ്യൽ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇപ്പോൾ ഓരോ കർഷകരും നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തു വരുന്ന ധാന്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വെറൈറ്റി നമ്മുടെ ഇന്ത്യയിലുള്ള റൈസിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നതാണ് 30 മുതൽ 50,000 എന്താ പറയുക 50,000 30 മുതൽ 50,000 വരെ വെറൈറ്റീസ് നമ്മൾ 30,000 മുതൽ 50,000 വരെയുള്ള വെറൈറ്റീസ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് നമ്മൾ എന്താ പറയുക ഇത് പാറ്റൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാതെ വലിയ മൾട്ടിനാഷണൽ ക്രോപ്പ് കമ്പനീസ് നമ്മൾ എന്താ പറയുക നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് ചേഞ്ചസ് കോസ്ഡ് ബൈ അഗ്രികൾച്ചർ ആൻഡ് ഓവർ ഗ്രേസിങ്. ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃഷി നടത്തുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മൾ ഏതൊക്കെ രീതിയിൽ നടത്തുന്നു, കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം ഈ അഗ്രികൾച്ചറിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് സോയിൽ ഇറോഷൻ. വളരെ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി നടത്താൻ വേണ്ടിയിട്ട് പറമ്പുകൾ വെട്ടിത്തെളിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു പച്ചപ്പിനെ നമ്മൾ നശിപ്പിക്കുന്നത് എന്ത് ചെയ്യും, അവിടുത്തെ മണ്ണ് എന്താ പറയുക ഒരു വിൻഡോ അല്ലെങ്കിൽ ചെറിയ കാറ്റോ എന്തെങ്കിലും അടിക്കുമ്പോഴും മഴ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫെർട്ടിലിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. സോയിൽ അങ്ങ് റോഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോയിൽ ഇറോഷൻ. അടുത്ത് ഡിഫോറസ്റ്റേഷൻ. ഓക്കെ, കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മരങ്ങളെ എന്താ പറയുക കത്തിച്ച് കളയുന്നു, നശിപ്പിക്കുന്നു. എന്തിനാണ് അവിടെ അത്രയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ അവിടുത്തെ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കുകയാണ്. അടുത്ത് ലോസ് ഓഫ് ന്യൂട്രിയൻറ്റ്. അപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് ഫോറസ്റ്റ് ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ന്യൂട്രിയൻസ് ആർ ടേക്കൺ അപ്പ് ബൈ ദ ക്രോപ്സ് ആൻഡ് മേക്ക് ദ സോയിൽ ന്യൂട്രിയൻ പുവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാടൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ കൃഷി ഇറക്കുവാണ്. കൃഷി ചെയ്യുന്ന സമയത്തേക്ക് ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ ആ കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ ആ ക്രോപ്സ് വലിച്ചെടുത്തിട്ട് നമ്മുടെ സോയിലിന് എന്ത് ചെയ്യും, ന്യൂട്രൻറ്റിറ്റി അങ്ങ് കുറയ്ക്കും. ആ സോയിലിൻ്റെ ബലഭൂഷ്ടി അങ്ങ് പോകും. അതാ പറയുന്നത്, നഷ്ടപ്പെട്ടു. അടുത്ത് ലോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫോറസ്റ്റേഷൻ കാരണമാണ്. ഡ്യൂ ടു ഡിഫോറസ്റ്റേഷൻ ലോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ടേക്സ് പ്ലേസ് ബിക്കോസ് ദീസ് ഫോറസ്റ്റ് ആർ ദ ഹോം ഓഫ് മെനി വൈൽഡ് ആനിമൽസ്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ്. പല വന്യമൃഗങ്ങളും താമസിക്കുന്ന അവരുടെ വാസസ്ഥലമാണ് ഈ കാടെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇത് നശിപ്പിക്കുമ്പോഴത്തേക്കും, കാടിനെ വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, അതുങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലം വേണ്ടേ? അതൊരു വലിയൊരു നാശം, അവരുടെ എന്താ പറയുക എണ്ണത്തിൽ തന്നെ വലിയ നഷ്ടം സംഭവിക്കും. എന്താ പറയുന്നത്, ലോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അടുത്ത് എൻഡേഞ്ചേർഡ് വൈൽഡ് ലൈഫ് ഫ്രം ലോസ് ഓഫ് ഹാബിറ്റേറ്റ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് വന്യജീവികളുടെ വാസസ്ഥലത്തിന് നമ്മൾ വലിയ രീതിയിൽ വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അവരുടെ ഒരു സ്പീഷീസ് അവരുടെ ഒരു സ്പീഷീസ് തന്നെ അങ്ങ് നഷ്ടപ്പെട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു ദ ലോസ് ഓഫ് ഫോറസ്റ്റ് ലൈഫ് ഗെറ്റ്സ് എൻഡേഞ്ചേർഡ് ഡ്യൂ ടു കൊമേഴ്ഷ്യൽ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ഓഫ് ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ച് നമ്മൾ അവിടെ കൃഷി നടക്കുമ്പോഴത്തേക്ക് ആ വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ പറമ്പിലേക്കൊക്കെ കയറി വരത്തില്ല. കൃഷി ചെയ്യുന്ന അഗ്രികൾച്ചർ ഫാം ലാൻഡിലോട്ടൊക്കെ കയറി. അപ്പോഴത്തേക്കും അവരെന്താ ചെയ്യുക, നിങ്ങൾ കേട്ടില്ലേ, കാട്ടുപന്നിയെ ആക്രമിച്ചു, ആനയെ ആക്രമിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോഴത്തേക്കും അവരെ കൊന്നുകളയാണ് ചെയ്യുന്നത്. ആ മൃഗങ്ങളെയൊക്കെ അങ്ങനെ ഹണ്ട് ചെയ്ത് കൊന്നുകളയും. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ അത് നശിച്ചു പോകും, അതുങ്ങളും നശിച്ചു പോകത്തില്ലേ. അടുത്ത് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു മോസ്റ്റ് വൈൽഡ് സ്പീഷീസ് ഈസ് ഡിസ്ട്രക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് ദെയർ ഹാബിറ്റേറ്റ്സ്. ഈ നശിപ്പിക്കുന്ന സമയത്ത്, ഈ കാടുകൾ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് പല സ്പീഷീസും വളരെ രീതിയിൽ നശിച്ചങ്ങ് പോവുകയാണ്. അതുങ്ങളുടെ ഹാബിറ്റേറ്റ്, അതുങ്ങളുടെ വാസസ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നശിച്ചു പോകുമ്പോഴത്തേക്ക് അതുങ്ങൾക്ക് പിന്നീട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുങ്ങളും അങ്ങ് ചത്തുപോകും. അതാ പറയുന്നത്. അടുത്ത് സച്ച് ഡിസ്റപ്ഷൻ ഓഫ് നാച്ചുറൽ കമ്മ്യൂണിറ്റീസ് ത്രെട്ടൺ വൈൽഡ് സ്പീഷീസ് ബൈ ഡിസ്ട്രോയിങ് മൈഗ്രേഷൻ റൂട്ട്സ്, ബ്രീഡിംഗ് ഏരിയാസ്, ഫുഡ് റിസോഴ്സസ്. ഈ എന്താ ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അതുങ്ങളുടെ വാസസ്ഥലങ്ങളും കയ്യേറിയിട്ട് അതുങ്ങളുടെ ഭക്ഷണം കിട്ടുന്ന മരങ്ങളിൽ നിന്നും പഴങ്ങളൊക്കെ കിട്ടാറുണ്ട്. കാട്ടിൽ നിന്ന് പല രീതിയിലുള്ള ഭക്ഷണം അതുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടാറ്. അപ്പം നമ്മളങ്ങോട്ടേക്ക് കടന്നു കയറുമ്പോഴത്തേക്കും അതുങ്ങൾക്കുള്ള ഭക്ഷണം അതുങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, അതുങ്ങൾക്ക് ബ്രീഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും അതുങ്ങൾക്ക് പറ്റാതെ അപ്പോഴത്തേക്കും അതുങ്ങളുടെ സമ്പൂർണ്ണ നാശം ഇവിടെ സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഓവർ ഗ്രേസിങ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താ പറയുക, ഓവർ ഗ്രേസിങ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട്
ഈ കന്നുകാലികളിനെ മേയാൻ വിട്ടിട്ട് അവിടുത്തെ പച്ചപ്പ് മുഴുവൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ ചെടികൾ മൊത്തം നശിപ്പിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ സോയിൽ ഇറോഷൻ സംഭവിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പൊസസസ് ആ സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഇൻ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കന്നുകാലികളുടെ വളർച്ചയിൽ ഇന്ത്യ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ളൊരു പൊസിഷൻ വഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കന്നുകാലിയൊക്കെയാണല്ലോ ഈ മേയേണ്ട ആവശ്യം വരിക, നിങ്ങളുടെ ഭക്ഷണം കഴിക്കേണ്ടേ അത് നിങ്ങൾക്ക്. അപ്പോൾ ദിസ് ലൈഫ് സ്റ്റോക്ക് വെൽത്ത് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ റൂറൽ ലൈഫ് ഓഫ് അവർ കൺട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അർബനല്ല, റൂറലായിട്ടുള്ള ഏരിയാസിൻ്റെ റൂറൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും കന്നുകാലികളെ കണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരാൾക്കാരുടെ ഒരു ജീവിതം തന്നെ ഈ ഒരു കന്നുകാലികളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതാ പറയുന്നത്. അടുത്ത് ഈച്ച് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ് ഹാസ് എ ഹെബിയോ ക്യാരിയിങ് കപ്പാസിറ്റി ദ മാക്സിമം നമ്പേഴ്സ് ഓഫ് ഹെബിയോ സപ്പോർട്ടഡ് ബൈ എ ഗിവൺ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗ്രാസ് ലാൻഡിലാണല്ലോ ഇതുങ്ങളെ മേയാൻ വേണ്ടിയിട്ട് വിടുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ എന്താ പറയുക വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ കുറേ ചെറിയ ചെറിയ പുൽച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇതങ്ങ് ഭക്ഷിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അവിടെ ആ ഒരു സോയിലങ്ങ് നശിച്ചു പോവുകയാണ്. പിന്നെ അവിടുത്തെ ആ ഒരു ഏരിയ ഡിവാസ്റ്റഡ് ആയി പോയിട്ട് അവിടെ പിന്നെ ഒരു പുൽനാമ്പ് പോലും വരാണ്ട്, പിന്നെ അവിടുത്തെ മണ്ണിനൊന്നും ഒരു തിക്നെസ് ഒന്നും ഉണ്ടാവുകയില്ല, പിന്നെ അതങ്ങ് നശിച്ചങ്ങ് പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ പോയിന്റ്സിൽ പറയുന്നിടത്ത്. ഓക്കെ, carrying capacity is influenced by season range, condition annuals, climatic condition, past grazing use, soil type, kinds of grazing animals and duration of animal graze in an area. Okay, അടുത്ത് light to moderate grazing is necessary for the health of grassland. It maintains water and nutrient cycle needed for healthy grass growth and healthy root system. It hinders soil erosion and encourages build-up of organic soil matter എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഗ്രേസിംഗ് ഒക്കെ നടന്നു പോകുന്നു. അപ്പോഴും അവിടത്തേക്ക് എന്താ പറയുക അവിടുത്തെ ഗ്രാസ് എല്ലാം നശിച്ചു പോവുകയാണ്. അപ്പം ഗ്രാസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടുത്തെ മണ്ണിറങ്ങി നിൽക്കും, അല്ലെങ്കിൽ അവിടെ പല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് സോയിലിനുള്ളിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ സോയിൽ ഇറോഷൻ സംഭവിക്കും. പിന്നെ അങ്ങനെ ഓർഗാനിക് നമ്മുടെ എന്താ പറയുക അവിടുത്തെ ആ കൃഷിക്ക് യോജ്യമെന്ന് പറയുന്നു പല ന്യൂട്രിയൻസ് നമുക്ക് ആ മണ്ണിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെയാണ് പറയുന്നത്. അടുത്ത് ഇഫക്ട്സ് ഓഫ് ഓവർ ഗ്രേസിങ്. ഈ ഓവറായിട്ടുള്ള ഗ്രേസിങ് കാരണം ഉണ്ടാകുന്ന ഇഫക്ട്സ് ആ ചോദിച്ച് പറയുന്നത്. ഫസ്റ്റ് ലാൻഡ് ഡീഗ്രേഡേഷൻ. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അവിടെയുള്ള ഫലഭൂഷ്ടിയും പിന്നെ മണ്ണുമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, റൂട്ട്സ് കനോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അപ്പം പിന്നെ അതിനായിട്ട് അഡിക്വേറ്റ് സോയിൽ മോയ്സ്ചർ അവിടെ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ള കാര്യമില്ല, ഇത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും പറയുന്നത്. അടുത്ത സോയിൽ ഇറോഷൻ. നേരത്തെ പറഞ്ഞ മാതിരി ഓവർ ഗ്രേസിങ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടുത്തെ വെജിറ്റേഷൻ അങ്ങ് നശിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വലിയ മഴയോ കാറ്റോ എങ്ങാനും വരുവാണെങ്കിൽ ആ മണ്ണിനെയും കൂടെ അതങ്ങ് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് എന്താ ചെയ്യുക, അവിടെ സോയിൽ ഇറോഷൻ സംഭവിക്കും. അത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. അടുത്ത് ലോസ് ഓഫ് യൂസ്ഫുൾ സ്പീഷ്യസ് എന്ന് പറയുന്നത് ഈ ഓവർ ഗ്രേസിങ് കാരണം ഈ ചെറിയ ചെറിയ പുൽച്ചെടികൾ നമ്മുടെ അങ്ങനത്തെ കുറേ പുൽച്ചെടികളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളും ജീവികളുണ്ട്. അപ്പോൾ അതുങ്ങളുടെ വലിയ ഇതുങ്ങളുടെ കടന്നുകയറ്റം, ഈ കന്നുകാലികളുടെ കടന്നുകയറ്റം കാരണം അത് ഭക്ഷിച്ചിട്ട് അതുങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ അതുങ്ങളും ചത്തുപോവുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് പറയുന്നത്. പിന്നെ ഈ ലാസ്റ്റ് പോയിന്റ് ലോസ് ഓഫ് സ്പീഷീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പല രീതിയിലുള്ള ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതിനെ തന്നെ അതങ്ങ് നശിപ്പിച്ച് കളയില്ലേ അതൊക്കെ ഭക്ഷിച്ചിട്ട്. അടുത്ത് ഇഫക്ട്സ് ഡ്യൂ ടു അഡോപ്ഷൻ ഓഫ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജി. ഓക്കെ, ഈ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജീൻ്റെ എഫക്ട്സാണ് പറയുന്നത്. അതിൻ്റെ എഫക്ട്സാണ് എന്തുകൊണ്ടത് കൊണ്ടുവരണം അതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ പറഞ്ഞത് മാതിരി നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കൃഷി ശൈലിയിൽ നിന്നും മാറി പുതിയ പുതിയ മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജി മേക്സ് യൂസ് ഓഫ് ഹൈബ്രിഡ് സീഡ്സ് ഓഫ് സെലക്റ്റഡ് സിംഗിൾ ക്രോപ്പ് വെറൈറ്റി, ഹൈടെക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഇൻ ദ ഫോം ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മോഡേൺ ടെക്നോളജി നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള
ഹൈബ്രിഡ് സീഡ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ എന്താ പറയുക വിളവെടുപ്പും പല നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സീഡ്സിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് കൃഷി നടത്തുന്നു. പിന്നെ ഹൈടെക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനെ ഇറക്കുന്നു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള. അടുത്ത് ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സും ഒക്കെ മേടിക്കുന്ന സമയത്ത് സബ്സിഡീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കൂടുതൽ മേടിക്കും. അപ്പം ആൾക്കാരതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഗ്രീൻ റവല്യൂഷൻ എല്ലാവരും കേട്ടിട്ടില്ല, ഹരിത വിപ്ലവം. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ കൃഷി അല്ലെങ്കിൽ കൃഷി ഇങ്ങനെ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് വളരെ രീതിയിൽ സബ്സിഡീസൊക്കെ കൊടുക്കുകയും പല രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് ആൾക്കാരെ എന്താ പറയുക അജ്ഞാനിയായിട്ടുള്ള ആൾക്കാരെ കൃഷിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിനൊരു കറക്റ്റ് വേ എന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് അവർ ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കൃഷിയൊക്കെ കൊണ്ട് നടത്തുന്നുണ്ട്. അതാ പറയുന്നത്. അടുത്ത് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പാക്ട്സ് റിലേറ്റഡ് ടു ഹൈ ഈൽഡിങ് വെറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള കൃഷിക്ക് മോണോകൾച്ചർ ആയിട്ടുള്ള ക്രോപ്സിനെ നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്യുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പാത്തജൻസ് കളകളോ അല്ലെങ്കിൽ പെസ്റ്റ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത് തന്നെ കുറച്ച് ഒരു പരിധിവരെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പം നല്ല രീതിയിലുള്ള എന്താ പറയുക കൃഷി നമുക്ക് കിട്ടുന്നു, വിളവെടുപ്പ് നമുക്ക് കിട്ടുന്നു. അതാണ് പറയുന്നത്. ഓക്കെ. അടുത്ത് ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലംസ്. അതെന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻറ്റ് ഇംബാലൻസ് ആണ്. ഓക്കെ. അടുത്ത് മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ഇൻ മോഡേൺ അഗ്രികൾച്ചർ ഹാവിംഗ് നൈട്രോജൻ, phosphorus and potassium, which are essential macronutrients. Farmers use these indiscriminately to boost up crop growth. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എത്ര യൂസ് ചെയ്താലും പ്രശ്നമുണ്ടാവുകയില്ല. പക്ഷേ ഈ ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഈ കെമിക്കൽസ് പറഞ്ഞ മാതിരി നൈട്രജനും പൊട്ടാസ്യം ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത് കാരണം നമുക്ക് കൃഷി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കെമിക്കൽസ് ഒരുപാട് നമ്മുടെ കൃഷി സ്ഥലങ്ങളെയും അല്ലെങ്കിൽ ആൾക്കാരെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അടുത്ത് നൈട്രേറ്റ് പൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ മാതിരി നൈട്രജൻ ഫോസ്ഫറസ്, അതിൽ നൈട്രജൻ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫൺ leach deep into the soil and ultimately contaminate the groundwater. The nitrate get concentrated in the water, then their concentration exceeds 25 milligram per liter. They become the cause of serious health hazard called blue baby syndrome. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മൾ പോറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നു. അത് നേരെ താഴ്ത്തി നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലെവലുണ്ട്, ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ 25 മില്ലിഗ്രാം പെർ ലിറ്ററിന് മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക പ്രശ്നമായിട്ടുള്ള അസുഖമുണ്ട്. അതാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്ത് യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യൂട്രോഫിക്കേഷൻ മീൻസ് ഓവർ നറിഷ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഡ്യൂ ടു യൂട്രോഫിക്കേഷൻ ലേക്സ് ഗെറ്റ് invaded by algal blooms. These algae grows very fast by rapidly using up the nutrients. They often are toxic and badly affect the food chain. എന്ന് പറയുമ്പോഴത്തേക്കും ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമില്ലാത്ത ആൽഗേസ് അതിനൊക്കെ കള പോലത്തെ അല്ലെങ്കിൽ ആൽഗേസൊക്കെ നമ്മുടെ ലേക്സിലൊക്കെ വളരെ രീതിയിൽ വളർന്നിട്ട് അത് അതിനുള്ളിലുള്ള എന്താ പറയുക ബാക്കി ആ ഒരു ഇക്കോസിസ്റ്റം, ആ ഒരു ഫുഡ് ചെയിൻ, അതിനുള്ളിലുള്ള പല ജന്തുജാലങ്ങളെയൊക്കെ അത് നശിപ്പിച്ച് കളയുക. അങ്ങനെയാണ് പറയുന്നത്. അടുത്ത് പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് റെസിസ്റ്റൻസ് ഇൻ പെസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസിങ് ന്യൂ പെസ്റ്റ്സ്. സം ഇൻഡിവിജ്വൽസ് ഓഫ് ദ പെസ്റ്റ് സ്പീഷീസ് യൂഷ്വലി സർവൈവ് ഈവൻ ആഫ്റ്റർ പെസ്റ്റിസൈഡ് സ്പ്രേ. ദ സർവൈവേഴ്സ് ഗീവ് റൈസ് ടു highly resistant generations. About 20 species of pests are now known which have become immune to all types of pesticides and are known as സൂപ്പർ പെസ്റ്റ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ചൊക്കെ സർവൈവ് ചെയ്ത് പോകും. അപ്പോൾ സർവൈവ് ചെയ്ത് പോകുന്ന പെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതുങ്ങൾ പിന്നെ അതിന് ഇമ്മ്യൂണായിട്ടുള്ള എന്താ പറയുക കുറച്ചുകൂടെ പ്രതിരോധ ശക്തി ആ പെസ്റ്റിസൈഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ള ജനറേഷൻസ് ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ അങ്ങനെ ഒരു 20 സ്പീഷീസ് എന്താ പറയുക, ഇപ്പോൾ സൂപ്പർ പെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എന്ത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തില്ല, അതിനെ നിലവിൽ കണ്ടുപിടിച്ചിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചത്തുപോകത്തില്ല. അതിന് അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് പെസ്റ്റ് ഉണ്ട്, അതിനെയാണ് സൂപ്പർ പെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഡെത്ത് ഓഫ് നോൺ ടാർഗറ്റ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ ഓർഗാനിസും നമുക്ക് എല്ലാ നമ്മുടെ അല്ലെങ്കിൽ പെസ്റ്റോ ഒന്നും അല്ല, പക്ഷേ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത നമ്മൾ ഉദ്ദേശിക്കാത്ത സ്പീഷീസ് പോലും നശിച്ചു പോകും, അതാ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിനെ തന്നെ ബാധിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ അതുങ്ങളെ ഭക്ഷിക്കുന്ന ഇപ്പം ചെറിയ പ്രാണികൾ, അപ്പോൾ അതുങ്ങളെ ഭക്ഷിക്കുന്ന കിളികൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജന്തുജാലങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും, അതാ പറയുന്നത്. അടുത്ത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഈ മെനി ഓഫ് ദീസ് പെസ്റ്റിസൈഡ്സ് ആർ നോട്ട് ബയോഡിഗ്രേഡബിൾ ആൻഡ് കീപ്പ് ആൻ അക്യുമുലേറ്റിംഗ് ഇൻ ദ ഫുഡ് ചെയിൻ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എസ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ബയോഡിഗ്രേഡബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അലിഞ്ഞു പോകാനോ നശിക്കാനോ സാധ്യതയില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എഫക്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അടുത്ത് 2 സാധനങ്ങളിലൂടെ ഉണ്ട്. ഫസ്റ്റ് വേണമെന്ന് പറയാം വാട്ടർ ലോഗിങ്, പിന്നെ സാലിനൈസേഷൻ. ഈ വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഇറിഗേഷൻ കാരണം, അപ്പം ഒരു കൃഷി സ്ഥലത്ത് നമ്മൾ ഓവർ ഇറിഗേഷൻ കാരണം അവിടുത്തെ എന്താ പറയുക വാട്ടറിൻ്റെ സാച്ചുറേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം നമ്മുടെ വാട്ടർ ടേബിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, വാട്ടർ ടേബിൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, വാട്ടർ റിസോഴ്സസിനകത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ടേബിളിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് വരുന്നു, മേളിലോട്ട് സർഫസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അടുത്ത് പറയുന്നത് വേൾഡ് വൈഡ് അബൌട്ട് 1/10 ഓഫ് ഓൾ ഇറിഗേറ്റഡ് ലാൻഡ് സഫേഴ്സ് ഫ്രം വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് കാരണം ഏകദേശം 10 സ്ഥലങ്ങളും 10 സ്ഥലങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാ പറയുന്നത്. അടുത്ത് ഇന്നഡിക്വേറ്റ് ഡ്രെയിനേജ് കോസസ് എക്സസ് വാട്ടർ ടു അക്യുമുലേറ്റ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഗ്രാജുവലി ഫോംസ് എ കണ്ടിന്യൂസ് കോളം വിത്ത് ദ വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർ അല്ലാത്തൊരു ഡ്രെയിനേജ് സെറ്റപ്പ് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഈ എക്സസ് വാട്ടർ പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ വാട്ടർ ടേബിളിന് മുകളിലേക്ക് അത് പൊങ്ങി വരാനും സാധ്യതയുണ്ട്. അടുത്ത് പ്രോബ്ലംസ് ഓഫ് വാട്ടർ ലോഗിങ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഫസ്റ്റ് ആണ് നമുക്ക് പ്രോബ്ലംസ് പറയാം. അപ്പോൾ പ്രോബ്ലംസും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സുമാണ് പറയുന്നത് വാട്ടർ ലോഗിങ് കാരണം. അണ്ടർ വാട്ടർ ലോഗ്ഡ് conditions pour spaces into the soil and get fully drenched with water and the soil air gets depleted എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും അത് സംഭവം. അപ്പോൾ ഈ സോയിലിനിടയിലുള്ള എയർ ഒന്നും ഉണ്ടാവത്തില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ചെടികൾക്ക് റൂട്ട്സ് ഇറക്കാനോ അതിനെ ശ്വസിക്കാനോ ഒന്നും സാധിക്കില്ല, അതാ പറയുന്നത്. അത് തന്നെയാണ് സെക്കൻഡ്. ദ വാട്ടർ ടേബിൾ റൈസസ് വൈൽ ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് ഡു നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് എയർ ഫോർ റെസ്പിറേഷൻ. ഈ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അതിനുള്ളിൽ എയറൊക്കെ വരാറുണ്ട്, എയർ ഗ്യാപ്പ് വരണം. അപ്പോൾ ആ എയർ ഗ്യാപ്പ് കിട്ടാതായി കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റുകയില്ല, അതാ പറയുന്നത്. അങ്ങനെ ചെടിയും ക്രോപ്സൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അടുത്ത് നമ്മുടെ സോയിലിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്തു പോകും, നശിച്ചു പോകും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ അതിനെ പിടിച്ച് നിൽക്കാനോ ആ ക്രോപ്സിനെ അവിടെ പിടിച്ച് നിൽക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ അത് ക്രോപ്പ് ഈൽഡെന്ന് പറയുന്നത് ഫെയിൽസ് ആയിപ്പോകും, അതാ പറയുന്നത്. അടുത്ത് പ്രിവെൻറ്റിങ് എക്സസീവ് ഇറിഗേഷൻ, സബ്സർഫസ് ഡ്രെയിനേജ് ടെക്നോളജി ആൻഡ് ബയോ ഡ്രെയിനേജ് വിത്ത് ട്രീസ് ലൈക്ക് യൂക്കാലിപ്റ്റിസ് ആർ സം ഓഫ് ദ റെമഡിയൽ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് വാട്ടർ ലോഗിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് പറയുന്നത്. എക്സസൈസുള്ള ഇറിഗേഷൻ ഒഴിവാക്കുക, അടുത്ത സർഫസ് ഡ്രെയിനേജ് ടെക്നോളജി അത് പിന്നെ അതിനൊഴിവാക്കി അതിനൊരു നല്ല രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക. പിന്നെ ബയോ ഡ്രെയിനേജബിൾ ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ യൂക്കാലിപ്റ്റിസ് പോലത്തെ ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് തന്നെ ബയോഡിഗ്രേഡ് ചെയ്ത് വിടും, പല കെമിക്കൽസിനെ അല്ലെങ്കിൽ പല കെമിക്കൽസിനെ ഇതിൻ്റെ ബയോഡിഗ്രേഡ് ചെയ്ത് വിടും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് വാട്ടർ ലോഗിങ്ങിനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. അടുത്ത സാലിനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഉപ്പിൻ്റെ അളവ് കൂടി വരിക വെള്ളത്തിൽ. അപ്പോൾ അതാണ് പറയുക സാലിനിറ്റി ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, അക്യുമുലേഷൻ ഓഫ് സോൾട്ട് ഇൻ സോയിൽ ക്യാൻ ഇവൻച്വലി മേക്ക് ദ സോയിൽ ഇൻകേപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് പ്ലാന്റ് ഗ്രോത്ത്. ഈ ഉപ്പിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിയെന്ന് എന്താ സംഭവിക്കുക, അവിടെ എന്താ പറയുക ചെടികളോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഒന്നും നടക്കത്തില്ല, സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് സാലിനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത് അറ്റ് പ്രസൻറ്റ് 1/3
of the total cultivatable land area of the world is affected by salts. ഏകദേശം 1/3 ഭൂമിയും കൃഷി ചെയ്യുന്ന ഭൂമികളിലും ഈ സാൾട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ സാൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഉപ്പല്ല കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും സോഡിയം ക്ലോറൈഡ് അല്ല, അതുകൊണ്ട് അല്ലാതെ വേറെയും പല രീതിയിലുള്ള സോൾട്ട്സും ഉണ്ട്. അപ്പോൾ അടുത്ത് ഇന്ത്യയിലൊരു കണക്കാണ് പറയുന്നത്, ഏകദേശം 7 മില്യൺ ഹെക്ടർ ലാൻഡ്സ് സാൾട്ട് എഫക്റ്റഡ് ആണ് ഇപ്പം നിലവിൽ. അടുത്ത് saline soils are characterized by accumulation of soluble salts like sodium chloride, sodium sulfate, calcium chloride, magnesium chloride. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സലൈനേഷൻ ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ ഇതൊക്കെയുണ്ട്. അതാ പറയുന്ന ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് അതിൻ്റെ കണക്കാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹാവിങ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മോർ ദാൻ 4 ds per minute and pH exceeds 8.0 and the exchangeable sodium percentage is more than 15%. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി ഏകദേശം 4 ds per മിനിറ്റും പിന്നെ ds per മീറ്ററും പിന്നെ pH വാല്യൂ എന്ന് പറയുന്നത് ഈ 8.0 അതിന് മുകളിൽ എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ സോഡിയത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും 15%. ഇതിനെയാണ് നമ്മുടെ സലൈൻ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ DS പെർ മിനിറ്റ് ഈ DS D സ്മോളും S ക്യാപിറ്റലുമാണ് കേട്ടോ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡെസി സീമെൻസ് പെർ മീറ്റർ എന്നാണ്. അതെന്ന് പറയുന്ന സലൈനിറ്റി എന്ന് പറയുമ്പോൾ സർഫസ് വാട്ടർ സലൈനിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അതങ്ങനെ തന്നെയാണ്, ശ്രദ്ധിക്കണം. D സ്മോളും S ക്യാപിറ്റലുമാണ്. D ക്യാപിറ്റൽ S പെർ മീറ്റർ എന്നാണ് അത് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് മേജർ കോസസ് ഓഫ് സലൈനേഷൻ ഈസ് എക്സസീവ് ഇറിഗേഷൻ. ഓക്കെ, എക്സസീവ് ഇറിഗേഷൻ ആണ് മെയിൻ സലൈനേഷന് കാരണം എന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള സോൾട്ട്സ് എല്ലാം ഇറങ്ങിയിട്ട് സലൈനൈസേഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പം പ്രോബ്ലംസ് ഓഫ് സലൈനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആണ് ഡിക്രീസ്ഡ് ക്രോപ്പ് ഈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിളവ് കുറയും, കൃഷിൻ്റെ വിളവ് കുറയും. അടുത്ത് സ്റ്റാൻഡേർഡ് ക്രോപ്പ് ഗ്രോത്ത് അറ്റ് ടൈം സ്കിൽ ദം. പെട്ടെന്ന് ഉള്ള ക്രോപ്പ് ഗ്രോത്ത് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അതാണ് പറയുന്നത്. അടുത്ത് ഇപ്പം പിന്നെ നമ്മുടെ കൃഷിസ്ഥലം ലാൻഡ് ബിക്കം അൺപ്രൊഡക്റ്റീവ്, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പിന്നെ അതോടെ കൃഷിയൊന്നും നടത്താൻ പറ്റത്തില്ല. പിന്നെ ഹസാഡിയസ് ടു വൈൽഡ് ലൈഫ് എസ്പെഷ്യലി വാട്ടർഫോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ലോഗിങ്ങിൻ്റെ ഫിഗേഴ്സാണ് വരുന്നത്. വാട്ടർ ലോഗിങ് കണ്ടായിരുന്നു നമ്മുടെ മേളിലെ ചെടികൾ. അപ്പോൾ അവിടെ സോൾട്ട് ഡിപ്പോസിറ്റ്സ് വരുന്നു, അപ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ ടേബിൾ മേളിലേക്ക് റൈസ് ആവുന്നു. അതാണ് കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് താഴെയും കാണിച്ചിരിക്കുന്നത്. അടുത്ത് പോസിറ്റീവ് ഇഫക്ട്സ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാന്റ്സ് റിക്വയർ ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ ടു ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫോർ കൺസപ്ഷൻ. പ്ലാന്റ്സിന് എന്താ പറയുക, നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾക്ക് വളരെ രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതിന് വളർന്നിട്ട് അതിന് എന്താ പറയുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തരണം, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ കൃഷി നടത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൂടുതലായിട്ട് നമ്മൾ ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മളവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ക്രമാധീനമായിട്ട്. അപ്പോൾ ഇത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ ഭയങ്കര സ്പീഡായിട്ടുള്ള ഗ്രോത്തും പിന്നെ നല്ല രീതിയിലുള്ള നമുക്ക് വിളവെടുപ്പൊക്കെ കിട്ടും, ഈൽഡൊക്കെ കിട്ടും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി അസോസിയേഷൻ, ഫാമേഴ്സ് ക്യാൻ ഡബിൾ ഓർ ഈവൻ ട്രിപ്പിൾ ക്രോപ്പ് ഈൽഡ്സ് ബൈ യൂസിങ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട്. ഒരു ഓർഗനൈസേഷനാണ് പറയുന്നത്, ഒരു അസോസിയേഷനാണ് പറയുന്നത്. അവർ പറയുന്ന കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 2 ഇരട്ടിയോ 3 ഇരട്ടി വരെ നമുക്ക് ഈൽഡ് കിട്ടുന്നു ഒരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ ആൾക്കാർ അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് പറയുന്നത്. ഫാമേഴ്സ് ആർ ഓൾസോ യൂസ് മാനുവൽ പ്രോഡക്ട്സ് സച്ച് ആസ് കൗ ഡങ്, പിഗ് എക്സ്ക്രീറ്റ ആൻഡ് ചിക്കൻ ഡ്രോപ്പിംഗ്സ് ടു ഫെർട്ടിലൈസ് സോയിൽ ആൻഡ് ഇൻക്രീസ് ഈൽഡ്സ്. ഓക്കെ, അടുത്ത് നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായിരിക്കും നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നതായിരിക്കും? ദോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ഫോർ നേഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ദ നെഗറ്റീവ് ഇഫക്ട്സ് ടു ദ എൻവയോൺമെൻറ്റ് ഹാവിങ് ബിക്കം ഇൻആർഗ്യുബിൾ. ഓക്കെ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും അത് യൂസ് ചെയ്യുന്നതിനാണ് എല്ലാ രീതിയിലുള്ള
ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് കെമിക്കൽസ് ദാറ്റ് കമ്പോസ് ഫെർട്ടിലൈസേഴ്സ് സച്ച് എസ് നൈട്രജൻ ആൻഡ് അതർ ഫോസ്ഫറസ് റൺ ഓഫ് ദ ലോക്കൽ വാട്ടർവേസ് ഡ്യൂറിങ് ദ റെയിനി പീരീഡ്സ്. നമ്മുടെ മഴ നടക്കുന്ന സമയത്ത് ഈ നൈട്രജനും ഫോസ്ഫറസ് പോലുള്ള അല്ലെങ്കിൽ പല കെമിക്കൽസും വെള്ളത്തിലേക്ക് എത്താനുള്ള സാധ്യത അത് നമ്മൾ കൺസ്യൂം ചെയ്യും. നമ്മളവിടെ നിന്നുള്ള വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നു, അതുവഴിക്ക് നമ്മളിലേക്കും അതെത്തുന്നു. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള നേരത്തെ പറഞ്ഞുള്ള ആൽഗേസ്, ആൽഗേ ബ്ലൂംസ്, ഇത് വളരാനുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ആൽഗേസ് അല്ലെങ്കിൽ ബാക്ടീരിയാസൊക്കെ വെള്ളത്തിൽ വളരാനുള്ള ഇത് കൂട്ടുന്ന അവസരം നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു. അടുത്ത് ദിസ് ഇൻക്രീസ് കിൽസ്, ഈ ഇങ്ങനത്തെ ആൽഗേ അല്ലെങ്കിൽ ബ്ലൂംസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷിനെ, അതിനുള്ളിലുള്ള മത്സ്യസമ്പത്തിനെ നമ്മൾ നശിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ, ഈ മത്സ്യങ്ങളെ തിന്നുന്ന മൃഗങ്ങൾ, അപ്പോൾ അതുങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അടുത്ത് പോസിറ്റീവ് എഫക്ട്സ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. നേരത്തെ പറഞ്ഞതുമാതിരി നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പെസ്റ്റിസൈഡ്സ് ആട്ടോ. അപ്പോൾ പെസ്റ്റിസൈഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പല രീതിയിലുള്ള ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, പെസ്റ്റിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാർമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഇതിനെയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് കോമ്പൗണ്ട്സ് വർക്ക് വെരി വെൽ ഇൻ കില്ലിങ് ഇൻസെക്ട്സ് ദാറ്റ് ഫീഡ് ഓൺ ദ റൂട്ട്സ്, ലീവ്സ്, സ്റ്റെം ഓഫ് ബോത്ത് ഫുഡ് ക്രോപ്സ് ആൻഡ് ഗാർഡൻ ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് അറിയുന്നില്ല, വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മുടെ ഗാർഡൻസിൽ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് യൂസിങ് ദീസ് പെസ്റ്റിസൈഡ്സ് സേവ്സ് ദ ക്രോപ്സ് ദാറ്റ് ഫീഡ് നേഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ഇതെല്ലായിടത്തും യൂസ് ചെയ്യുന്ന, നമ്മുടെ ലോകത്തിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ് പെസ്റ്റിസൈഡ്സ്. ഈ ആവശ്യമില്ലാത്ത പ്രാണികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് ജനറേഷൻ പെസ്റ്റിസൈഡ്സ് ഇൻക്ലൂഡ് കെമിക്കൽ ലൈക്ക് ആർസനിക്, ലെഡ്, മെർക്കുറി ആൻഡ് സൾഫർ ടു കിൽ ദ പെസ്റ്റ്, വൈൽ സെക്കൻഡ് ജനറേഷൻ പെസ്റ്റിസൈഡ്സ് ആർ DDT. ഓക്കെ, ആദ്യത്തെ ജനറേഷനിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർസനിക്, ലെഡ്, മെർക്കുറി പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് പെസ്റ്റിനെ കൊന്നുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ജനറേഷൻ എത്തിയപ്പോഴത്തേക്കും അതിനകത്ത് DDT നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ DDT എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നില്ല, പക്ഷേ ഈ DDT വെള്ളത്തിലൊക്കെ അലിയുകയും നമ്മളതുവഴി നമ്മളത് ഭക്ഷിക്കുകയും ചെയ്യുന്നു വേറെ ഏതെങ്കിലും ഫോമിലൂടെ, വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ അതിനുള്ളിൽ വളരുന്ന മത്സ്യങ്ങൾ വഴിയോ നമ്മളിലേക്ക് എത്തുവാണ്. നമ്മൾ ഗ്രാജുവലി ഈ DDT ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജനറലി. ഓക്കെ, അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾദോ പെസ്റ്റിസൈഡ്സ് ആർ പ്രൊട്ടക്ടിങ് അവർ ക്രോപ്പ് യെറ്റ് ദേ ഹാവ് ക്രിയേറ്റഡ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് ക്രോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ പ്രോബ്ലംസ് അതുണ്ടാക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ആർ നോൺ ബയോഡിഗ്രേഡബിൾ ആൻഡ് ദേ കീപ് ഓൺ അക്യുമുലേറ്റിംഗ് ഇൻ ദ ഫുഡ് ചെയിൻ. ദിസ് ഈസ് കോൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇത് ബയോഡിഗ്രേഡബിൾ അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പെസ്റ്റിസൈഡ്സ് ബയോഡിഗ്രേഡബിൾ അല്ല. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മുടെ ഫുഡ് ചെയിനിലേക്ക് ഇത് കടന്നു കയറുകയും അത് നമ്മളെ വളരെ രീതിയിൽ എഫക്ട് ചെയ്യുന്നത്. അതിനെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ബയോളജിക്കൽ മാഗ്നിഫൈഡ് ഫോം ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ദ ഹ്യൂമൻ ബീയിങ്സ് ഈസ് വെരി ഹാംഫുൾ. നമുക്ക് മനുഷ്യർക്ക് വളരെ വളരെ ഹാംഫുള്ളാണ് ഈ രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻസ് ഹ്യൂമൻ ബീയിങ് ഓക്കുപ്പൈ ദ ഹയർ trophic level in the food chain. Use of pesticides cause destruction of wildlife. Accumulation of pesticides in fatty tissue of the organism cause mutation in the reproductive cells. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിലുള്ള വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ കിളികൾ, പ്രാണികൾ, അതൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുകയാണ്. പിന്നെ ഇത് എന്താ സംഭവിക്കുക, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഇതിൽ നിന്നും കുറച്ചുകൂടെ റെസിസ്റ്റീവായിട്ടുള്ള വേറെ പെസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ ലിങ്ക്ഡ്
to a number of illness including cancer, lymphoma, reproductive abnormalities, endocrine disorders and neurological problems. ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എത്തുമ്പോഴത്തേക്കും ഉണ്ടാക്കാനുള്ള കാരണങ്ങളെന്ന് പറയുമ്പോൾ ക്യാൻസർ, ലിംഫോമ, റീപ്രൊഡക്റ്റീവ് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഇത് കാരണം എന്താ ചെയ്യുക, അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത ജനറേഷനിൽ വരെ അതിൻ്റെ ശേഷമുള്ള ജനറേഷനിൽ വരെ നമ്മൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട്. അത് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അടുത്ത്, പെസ്റ്റിസൈഡ്സ് ഓൾസോ കിൽ ഇൻസെക്ട്സ് indiscriminately, destroying insects that are beneficial to plants and an important food source for other creatures. നേരത്തെ പറഞ്ഞ മാതിരി പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻസെക്റ്റിനെ മാത്രമൊക്കെ അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എല്ലാ ജന്തുജാലങ്ങളും നശിച്ചുകൊണ്ടിരിക്കും പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ഇമ്പാക്ട്സിൻ്റെ അടുത്ത സാധനം ഡെവലപ്മെൻറ്റ് ഓഫ് ജനറ്റിക്കൽ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഈ പല സ്പീഷീസും ഇത് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് അതിന് രക്ഷപ്പെട്ടു പോകുന്നു. അത് പോയിട്ട് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് പിന്നെ കുറച്ചുകൂടെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെസ്റ്റ് ഉണ്ടെന്ന്. ഏകദേശം നേരത്തെ പറഞ്ഞ 20 സ്പീഷീസ് ഇപ്പോഴും നശിക്കാതെ കിടക്കുവാണെന്ന് അതാ പറയുന്നത്. അടുത്ത പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പെസ്റ്റ്, ഏകദേശം 20 ന്യൂ സ്പീഷീസ് ആയിട്ടുള്ള പെസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് സൂപ്പർ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വേറെ വെറൈറ്റി ഓഫ് പെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുങ്ങളൊക്കെ കൊല്ലാൻ പറ്റത്തില്ല. പിന്നെ ഡെത്ത് ടു നോൺ ടാർജറ്റ് സ്പീഷീസ്, നേരത്തെ പറഞ്ഞ മാതിരി ടാർജറ്റ് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത ജന്തുജാലങ്ങളെപ്പോലും നമ്മൾ കൊന്നു കളയേണ്ടി വരുന്നു. അടുത്ത്, ത്രെഡ് ടു ഹ്യൂമൻ ഹെൽത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫുഡിലേക്ക് എത്തുന്നു, ഫുഡ് വഴി നമ്മൾ മനുഷ്യരിലേക്ക് എത്തുന്നു. അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമില്ല ഉണ്ടാക്കുന്നേ മനുഷ്യർക്ക്. Okay, this is the end of the session. Thank you.